ഹലോ ഗൈസ്, എൻ്റെ ഫ്രണ്ട് ഫെമിയുടെ എൻഗേജ്മെൻറ്റ് ഡേക്ക് എടുത്ത വീഡിയോസാണ് ഇതൊക്കെ. ഈ മാസം 29-നായിരുന്നു എൻഗേജ്മെൻറ്റ്. 10th വരെ എൻ്റെ ഒപ്പം പഠിച്ചിരുന്ന ആളാണ് ഇത്. പിന്നെ സ്കൂൾ മാറിപ്പോയെങ്കിലും കോൺടാക്ട്സ് ഒന്നും വിട്ടിട്ടില്ല. തമ്മിൽ കണ്ട പോലെയായിരുന്നു ഇവളുടെ കോലമൊക്കെ. ഇവളെ ഈ കോലത്തിൽ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡായി. ആദ്യമായിട്ടാണ് ഞാൻ ഇവളെ ഇങ്ങനെ കാണുന്നത്, ഒരുങ്ങിയൊക്കെ. അതുകൊണ്ട് മാക്സിമം ചൊറിഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? എത്ര നാളത്തെ കാത്തിരിപ്പാണ് താങ്കൾ എത്ര നാളത്തെ കാത്തിരിപ്പാണ് ഈ എൻഗേജ്മെന്റ് ഡേക്ക് വേണ്ടി? ഇല്ലായിരുന്നില്ലേ? വളരെ സഡൻ ആയിരുന്നില്ലേ? ചെക്കൻ എന്നാ പറയുന്നത്? ചെക്കനടുത്ത് പോയി ചോദിക്കണം. കണ്ടില്ലേ, ഇതുപോലെയാണ് അവളുടെ ക്യാരക്ടർ. ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ്. എന്നാലും ഞങ്ങൾക്കൊക്കെ ഇവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കൂട്ടത്തിലൊരു കില്ലാടി തന്നെയായിരുന്നു ഇവള്. അപ്പോൾ ഇവളുടെ എൻഗേജ്മെൻറ്റ് പൊലിപ്പിക്കണമെന്ന് ഞങ്ങളുടെ ആഗ്രഹം തന്നെ. പുള്ളിക്കാരിക്ക് നല്ല ടെൻഷനുണ്ട്, എന്നാൽ അതൊന്നും ഞങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നില്ല. കൂടെ ജനലിൽ കൂടെ നോക്കുന്നുണ്ട്, ചെക്കൻ വന്നോ. ഫെമി ഇവിടെ പരവശയായിട്ടിരിക്കുക. ഫെമി എങ്ങോട്ടാ ഫെമി നോക്കുന്നത്? അവിടെ ഇല്ലടി വാഴയാണ്. ടെൻഷൻ കാരണം പുള്ളിക്കാരി മേളിൽ കയറി വരുന്നു, സ്റ്റെയർ ഇറങ്ങിപ്പോകുന്നു, വീണ്ടും വരുന്നു. അങ്ങനെ ഞങ്ങൾ അവളെ കളിയാക്കി കൊന്നു. അവൾക്കൊരു സമാധാനമില്ല. ഫോണും കൊണ്ട് അങ്ങോട്ട് ഓടുന്നു, ഇങ്ങോട്ട് ഓടുന്നു, ഉമ്മ അടുത്ത് പോകുന്നു, ഞങ്ങളടുത്ത് വരുന്നു. ഞങ്ങളെ മൈൻഡ് ആക്കണോ വേണ്ടയോ? അങ്ങനെ കമൻട്രി തുടർന്നുകൊണ്ടേയിരുന്നു. മോളെ, ചേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. അത് പറഞ്ഞേ പിന്നെ പുള്ളിക്കാരി പിന്നെ ചോദ്യങ്ങളായി. എടി, ചെക്കൻ എങ്ങനെയുണ്ട് കാണാൻ? ചെക്കൻ ഞാൻ പറഞ്ഞ പോലെ ഇൻഷർട്ടൊക്കെ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ വെയിറ്റിംഗ് റൂമിലിരുന്ന് ഫെമി മടുത്തു. ഫെമി എക്സ്പെക്റ്റിംഗ് ചെക്കൻ അതിലെ കൂടെ നടന്നു പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വെയിറ്റിംഗ് റൂമിലിരുന്നു കൊണ്ട് ഞങ്ങൾ അവളെ ടെൻഷൻ അടുപ്പിച്ച് മാക്സിമം കൊന്നിട്ടുണ്ട്. ഞങ്ങളെയും കൊണ്ട് അത്രയൊക്കെ അല്ലേ പറ്റൂ. ഞങ്ങളുടെ കൂടെ പഠിച്ച എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ഇത്രയും നാളത്തെ കഥ പറഞ്ഞ് അവിടെ ബിസി ആയിരുന്നു ഗൈസ്. അതാണ് ഇതിൽ കാണുന്നത്. ഓരോ ഹാമ്പറുകളും അവൾ മാറി വാങ്ങുന്നത് കണ്ടിട്ട് ഞങ്ങളവിടെ കമൻട്രി പറയുകയായിരുന്നു. ഒന്നെങ്കിലും ഇങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ വിശന്ന് നട്ടം തിരിഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ വിശപ്പിന് ഒരു അന്ത്യം വന്നേനെ. എന്നാൽ അത് നടന്നില്ല ഗൈസ്. അവളത് കണ്ടില്ലെന്ന് തോന്നുന്നു. ഞങ്ങളവിടെ വിശന്ന് കറങ്ങിയിരിക്കുകയായിരുന്നു. സാരമില്ല, ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സമയമായി. ഇനി അവർ കൊണ്ടുവന്ന ഡ്രസ്സ് ഇവളിടണം. അപ്പോൾ അതാണ് ഈ കാണുന്നത്. ഞങ്ങൾ ഒളിക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു. അവൾ ഡ്രസ്സ് മാറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാണ് ഫൈനൽ ലുക്ക്. എന്തായാലും ഈ ഡ്രസ്സ് അവൾക്ക് നന്നായി ചേരുന്നുണ്ടായിരുന്നു. ഇത് അവർ കൊണ്ടുവന്ന ഡ്രസ്സായിരുന്നേ. അപ്പോൾ ഈ ഡ്രസ്സിൽ കുറച്ച് ഫോട്ടോസൊക്കെ മാൻഡേറ്ററി ആണല്ലോ ഗൈസ്. അപ്പോൾ അവർ ഫാമിലിയായിട്ട് കുറച്ച് ഫാമിലി ഫോട്ടോസ് എടുക്കുന്നതാണ് ഈ കാണുന്നത്. ഫോട്ടോസ് സെക്ഷനൊക്കെ അവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും പുറയിലിരിക്കുന്ന വൈറ്റ് ഷർട്ട് ഇട്ടതാണ് ഈ ചെക്കൻ. അപ്പോൾ ഞങ്ങൾ വിശന്ന് നട്ടം തിരിഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞല്ലോ ഗൈസ്. അപ്പോൾ പപ്പടം പൊളിക്കുന്ന മണമൊക്കെ ഇങ്ങനെ കേട്ട് ഞങ്ങൾ സാരമില്ല, അപ്പോൾ ഇതിപ്പോൾ കഴിയുമെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അങ്ങനെ കുറേ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നു. ഫെമിയെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ നല്ല ചന്തം ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ ഇടയ്ക്ക് ഞങ്ങളെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ ഫോട്ടോ സെഷൻ കഴിഞ്ഞു ഗൈസ്. അപ്പോഴത്തേക്ക് വീണ്ടും അവരുടെ കോമൺ ഫ്രണ്ട്സ് ചേർന്ന് കേക്കൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ഒരു കോളേജിലായിരുന്നു പഠിച്ചിരുന്നത്. അപ്പോൾ അവരുടെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ചേർന്ന് അറേഞ്ച് ചെയ്ത ഒരു ചെറിയ കേക്ക്. അപ്പോൾ കേക്കും കട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഫോട്ടോ സെഷൻ വീണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഫോട്ടോസ് ഇതുവരെ കിട്ടിയില്ല. അത് ഈ കൊല്ലമെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വിശന്നിരിക്കുകയാണ്. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ഗൈസ്. ഇവിടെയെങ്കിലും ഞങ്ങൾക്ക് കുറച്ച് സമാധാനം അത് നീ ഞങ്ങൾക്ക് തരുമോ എന്നാണ് അവളുമാരെന്നോട് ചോദിച്ചത് ഗൈസ്. അവളുമാർക്ക് അങ്ങനെ ചോദിക്കാൻ കൊള്ളാമോ? അങ്ങനെ ഞങ്ങൾ കഴിപ്പ് തുടങ്ങി. ഞങ്ങൾ അവസാനിപ്പിച്ചു, എല്ലാം അടക്കി. ഇവള് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ അവൾക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ ഗൈസ്, കോഴിക്കാല് പോലും അവൾ വെറുതെ വിട്ടില്ല. അപ്പോൾ അവളുടെ കഴിപ്പ് കണ്ടിട്ട് പോസ്റ്റ് അടിക്കണ്ടെന്ന് കരുതി മടക്കിയ ഇല വീണ്ടും തുറന്ന് ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി. ഫുഡ് ഒരു രക്ഷയില്ലായിരുന്നു ഗൈസ്. അടിപൊളി ഫുഡായിരുന്നു. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഫുഡായതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവസാനം ഞങ്ങൾ ഫെമിയോട് യാത്ര പറഞ്ഞു. ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നെല്ലാം ഇറങ്ങിക്കോണം എന്ന് നമ്മൾ പറഞ്ഞു ഗൈസ്. എന്തായാലും 6 മാസത്തിന് ശേഷമാണ് കല്യാണം. അപ്പോൾ ഇനി കല്യാണത്തിന് കാണാം.